മലപ്പുറം മുത്തേടത്ത് കാട്ടാനാക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. മുത്തേടം ഉച്ചക്കുളം കോളനിയിലെ സരോജിനിയാണ് മരിച്ചത്. രാവിലെ 9 മണിയോടെയാണ് ഈ ദാരുണ സംഭവം നടന്നത്. അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ നൽകാനുള്ളത്. അരുൺ, വന്യജീവി ആക്രമണത്തിൽ മലപ്പുറം ജില്ലയിൽ ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുകയാണ്. വർദ്ധിച്ചു വരികയാണ് മനുഷ്യ വന്യജീവി സംഘർഷം. ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? അഭിലാഷ, രാവിലെ 9 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി സ്ത്രീക്ക് ജീവൻ നഷ്ടമായി എന്നൊരു വാർത്ത കൂടി, ഒരു ദാരുണ സംഭവം കൂടി എന്തായാലും പുറത്തു വരുന്നത്. മുത്തേടം എന്ന് പറയുന്ന മേഖല വഴിക്കടവിനോട് ഒരു വനമേഖലയോട് ചേർന്ന പ്രദേശം തന്നെയാണ്. അതായത് ജില്ലയുടെ അതിർത്തി ഭാഗങ്ങളിലേക്ക് വരുന്ന തമിഴ്നാട് സംസ്ഥാനത്തിന്റെ അതിർത്തി പങ്കിടുന്ന മേഖലയുടെ ഭാഗമായുള്ള പ്രദേശമാണ് മുത്തേടം എന്നത്. നേരത്തെ ഈ PV അൻവർ ഉൾപ്പെടെ ഉന്നയിച്ച ചില വിഷയങ്ങളിൽ വന നിയമ ഭേദഗതി ബില്ലുമായൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പെടുന്ന പ്രദേശങ്ങളിലെ പ്രധാന പ്രദേശങ്ങളിൽ ഒന്ന് തന്നെയാണ് നിലമ്പൂരുമായി ബന്ധപ്പെട്ട് പറയുന്ന വനമേഖലയിൽ പെടുന്ന മേഖലയാണ്. ഇവിടെ കാട്ടാന ആക്രമണവും വന്യജീവി ആക്രമണവും ഒക്കെ പതിവാകുന്ന മേഖലയാണ്. ഇത് ഉൾവനത്തിലാണ്, ഈ കോളനിയിൽ തന്നെ ഈ ഉൾവനത്തിൽ സ്ഥിതി ചെയ്യുന്ന കോളനിയാണ്. അവിടെയാണ് ശബ്ദ വ്യക്തതയിൽ കുറച്ച് പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു അരുൺ അങ്ങോട്ടുള്ള യാത്രയിലാണെന്ന്. കഴിഞ്ഞ ദിവസമാണ് അവിടെ വന്യജീവി ആക്രമണത്തിൽ ഒരു ആദിവാസി യുവാവ് മരിച്ചത്. അതും കാട്ടാന ആക്രമണമായിരുന്നു. മലപ്പുറത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഈ മനുഷ്യ വന്യജീവി സംഘർഷം വലിയ രാഷ്ട്രീയ വിഷയം കൂടിയായി മാറുന്ന സാഹചര്യമുണ്ട്. അതെ, നിലമ്പൂർ വഴിക്കടവ് ആ മേഖലയിലാണ്. അവിടെ വനമേഖലയാണ്. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള വനിതയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതൊരു വലിയ വിഷയമായി കേരളത്തിൽ വരികയാണ്. വിഷയം ഉന്നയിക്കുന്നു, അത് രാഷ്ട്രീയമായി തന്നെ ഉന്നയിക്കുന്നു. UDF ഇപ്പോൾ ആ വിഷയം ഏറ്റെടുക്കാൻ നിർബന്ധിതരായാണ്. ജോയി അടക്കമുള്ള ആളുകൾ അവിടെ വലിയ സമര പ്രതിഷേധങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അതിനിടയിലാണ് വീണ്ടും ഒരു മരണം കൂടി ഉണ്ടാകുന്നത്. അരുൺ നേരത്തെ കുറച്ച് ഓഡിയോ കുറവായിരുന്നു, ഒന്നുകൂടി വിശദീകരിക്കാം. അത് വനമേഖല കൂടിയാണ്, അങ്ങോട്ടുള്ള യാത്രയിലേക്കാണ് അഭിലാഷ്. അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ രാവിലെ 9 മണിക്കാണ് ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണം ഉണ്ടായത് എന്നാണ് അറിയുന്നത്. മുത്തേടം എന്ന് പറയുന്ന മേഖല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അതിർത്തിയോട് ചേർന്ന ഒരു പ്രദേശമാണ്. നേരത്തെ PV അൻവറൊക്കെ ഉന്നയിച്ച പല വന നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു മേഖലയിൽ സമീപത്തായി തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു യുവാവും കൊല്ലപ്പെടുന്നത്. ഈ മേഖലയിലൊക്കെ സ്ഥിരം ഈ വന്യജീവി ആക്രമണം പതിവാകുന്ന ഒരു മേഖല കൂടിയാണ്. ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് കോളനി സ്ഥിതി ചെയ്യുന്നത് ഉൾവനത്തിലായി തന്നെയാണ്. അപ്പോൾ അവിടെ വെച്ച് തന്നെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ ലഭിക്കും. ഈ RRT ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഈ 9 മണിയോട് കൂടി ഈ ആക്രമണം നടന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് അഭിലാഷ്. എന്തായാലും നേരത്തെ PV അൻവറിന്റെ അല്പസമയങ്ങൾക്ക് മുമ്പ് ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ടിട്ടുമുണ്ട്. കാരണം ഈ നിയമസഭാ സമ്മേളനത്തിലുള്ള പട്ടികയിൽ ഈ വന നിയമ ഭേദഗതി ബില്ലില്ല എന്നുള്ളൊരു വാർത്ത കൂടിയാണ് അല്പസമയം മുമ്പ് പുറത്തു വന്നത്. അതിൽ ഉൾപ്പെടെ പ്രതികരണം നടത്തിയാണ് PV അൻവർ മടങ്ങിയത്. സന്തോഷമുണ്ട്. വന്യജീവി സംഘർഷത്തിൽ ഒരു മരണം കൂടി എന്ന ദാരുണമായ വാർത്തയുണ്ട്.